നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിൽ ഭാവ്നഗറിൽ 34,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പൊതുജനങ്ങളിൽ നിന്ന് ഒരു വോട്ടും ആർക്കും ഓൺലൈനായി നീക്കം ചെയ്യാൻ സാധിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം ഇന്ന്. പ്രതിനിധികളുടെ രജിസ്ട്രേഷൻ തുടങ്ങി. അമീബിക് മസ്തിഷ്ക ജ്വരം ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഒരാൾ കൂടി മരിച്ചു. 3 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിൽ സമുദ്ര സേ സമൃദ്ധി പരിപാടിയിൽ പങ്കെടുക്കും. ഭാവ്നഗറിൽ 34,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തെ മോദി അഭിസംബോധന ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്. ഉച്ചകഴിഞ്ഞ് ലോത്തറിലെ ദേശീയ സമുദ്ര പൈതൃക സമുച്ചയം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട 7,870 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും തറക്കല്ലിടുകയും ചെയ്യും. ഇന്ദിരാ ഡോക്കിൽ മുംബൈ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ മോദി ഉദ്ഘാടനം ചെയ്യും. ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് പുതിയ കണ്ടെയ്നർ ടെർമിനലും അനുബന്ധ സൌകര്യങ്ങളും, പാരദ്വീപ് തുറമുഖത്ത് പുതിയ കണ്ടെയ്നർ ബെർത്തും, എന്നോറിലെ കാമരാജർ തുറമുഖത്ത് അഗ്നിശമന സൌകര്യങ്ങൾ, ആധുനിക റോഡ് കണക്ടിവിറ്റി എന്നിവയുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. കാണ്ടിലയിലെ ദീൻദയാൽ തുറമുഖത്ത് മൾട്ടിപർപ്പസ് കാർഗോ ബർത്ത്, ഗ്രീൻ ബയോ മെത്തനോൾ പ്ലാന്റ്, പട്നയിലെയും വാരണസിയിലെയും കപ്പൽ നന്നാക്കൽ സൌകര്യങ്ങൾ എന്നിവയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രിയുടെ ഉപഹാരങ്ങളുടെ ഈ ലേലത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് 100-ലധികം ഇനങ്ങൾ ഇത്തവണ ഉൾപ്പെട്ടതായി കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ നിന്ന് 15 ഇനങ്ങളും കർണാടകയിൽ നിന്ന് 22ഉം തമിഴ്നാട്ടിൽ നിന്ന് 29ഉം ആന്ധ്രാപ്രദേശിൽ നിന്ന് 27ഉം തെലങ്കാനയിൽ നിന്ന് 7 ഇനങ്ങളുമാണ് ലേലത്തിനായി നൽകിയത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1,300-ലധികം ഇനങ്ങൾ ഇത്തവണ ലേലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. pmmomentos.gov.in എന്ന വെബ്സൈറ്റിൽ ഒക്ടോബർ 2 വരെയാണ് ഈ ലേലം. പൊതുജനങ്ങളിൽ നിന്ന് ഒരു വോട്ടും ആർക്കും ഓൺലൈനായി നീക്കം ചെയ്യാൻ സാധിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 1960-ലെ വോട്ടർമാരുടെ രജിസ്ട്രേഷൻ നിയമമനുസരിച്ച് വോട്ട് നീക്കം ചെയ്യുന്നതിന് മുമ്പ് നോട്ടീസ് അയച്ച് ആ വ്യക്തിയുടെ ഭാഗം കേൾക്കുമെന്നും കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. 2023-ൽ കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടുകൾ നീക്കം ചെയ്യാൻ ചില ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ നീക്കം വിജയിച്ചില്ല. സംശയാസ്പദമായ സാഹചര്യം കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായും കമ്മീഷൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാവിലെ 11 മണിക്കാണ് യോഗം. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. പൊതുസേവനവും സൽഭരണവും ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കി വരുന്ന പരിഷ്കരണ നയങ്ങൾ രാജ്യത്ത് സുപ്രധാന മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നു. വികസനവും പരിവർത്തനവും ഉറപ്പാക്കുന്ന പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം ഓരോ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് ഇൻഷുറൻസ് പരിരക്ഷ എങ്ങനെ വിപുലീകരിച്ചുവെന്ന് ആകാശവാണിയുടെ സേവാ പർവ് പരമ്പരയിൽ വിശദീകരിക്കുന്നു. എല്ലാ പൌരന്മാർക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് 2015 മുതൽ കേന്ദ്ര ഗവൺമെന്റ് സമഗ്രമായ പദ്ധതി നടപ്പാക്കി വരികയാണ്. സുരക്ഷിതമല്ലാത്തവരെ സുരക്ഷിതമാക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന എന്നിവയിലൂടെ എല്ലാവർക്കും താങ്ങാവുന്ന തരത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചത്. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന അപകടമരണമോ വൈകല്യമോ ഉണ്ടായാൽ കുറഞ്ഞ പ്രീമിയത്തിൽ 2 ലക്ഷം രൂപ വരെ പരിരക്ഷ നൽകും. ഏതെങ്കിലും കാരണത്താൽ മരണം സംഭവിച്ചാൽ കുറഞ്ഞ പ്രീമിയത്തിൽ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിനാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന. ഗവൺമെന്റ് പൂർണ്ണമായും ധനസഹായം നൽകുന്ന ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന 7ാമത് മെഷീനറി എക്സ്പോ ഇന്ന് രാവിലെ മന്ത്രി പി രാജീവ് കാക്കനാട് കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശനം. 200-ലേറെ സ്റ്റാളുകളാണ് പ്രദർശനത്തിലുണ്ടാവുക. കേന്ദ്ര ഗവൺമെന്റിന്റെ PMS പദ്ധതിയുടെ പിന്തുണയോടെ സംഘടിപ്പിക്കുന്ന എക്സ്പോ ഈ മാസം 23-ന് സമാപിക്കും.
ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എല്ലാവരും ഒരുമിച്ചു നിൽക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. എലത്തൂർ നിയോജകമണ്ഡലത്തിൽ അടുത്ത മാസം 4-ന് നടത്തുന്ന പരാതി പരിഹാര അദാലത്ത് കൂടെയുണ്ട് കരുത്തായി കരുതലായി സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നികുതി ഘടന ലളിതമാക്കുന്നതിനും പൌരന്മാരുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കുന്നതിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച വരും തലമുറ ജിഎസ്ടി പരിഷ്കാരങ്ങൾ മറ്റന്നാൾ നിലവിൽ വരും. ഇലക്ട്രോണിക്സ് ഉപകരണ മേഖലയിൽ വരുന്ന പരിഷ്കാരങ്ങളുടെ സാധ്യത പരിശോധിക്കാം. ഡെസ്ക് റിപ്പോർട്ട്. ഇലക്ട്രോണിക്സ് വ്യവസായത്തിന് ആശ്വാസകരമായ പദ്ധതിയാണ് വരും തലമുറ ജിഎസ്ടി പരിഷ്കരണത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. എയർ കണ്ടീഷണറുകൾ, ഡിഷ് വാഷുകൾ തുടങ്ങിയ വസ്തുക്കളുടെ നികുതി നിരക്ക് 28% നിന്ന് 18% കുറയും. ഈ സുപ്രധാന നടപടി പ്രാദേശികവൽക്കരണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതോടൊപ്പം ഇറക്കുമതി ആശ്രയത്വം കുറയ്ക്കാൻ സാധിക്കും. ടെലിവിഷൻ, ടിവി, ഇതര മോണിറ്ററുകൾ എന്നിവയുടെ നികുതിയും 10% കുറയും. നിരക്കിൽ കാര്യമായ വ്യത്യാസം വരുന്നതോടെ ഉപകരണങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും ഇത് ആഭ്യന്തര ഉൽപ്പാദകരുടെ വിപണി വികസിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ബിജെപി കോർ കമ്മിറ്റി യോഗം ചർച്ച ചെയ്തതായി പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് തിരുവനന്തപുരത്ത് പറഞ്ഞു. എൽഡിഎഫിനും യുഡിഎഫിനും എതിരായ ജനവികാരമാകും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്ന് യോഗം വിലയിരുത്തിയതായി അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പമ്പയിൽ ഇന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്തും. പരിപാടിയുടെ രജിസ്ട്രേഷൻ രാവിലെ തുടങ്ങി. 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട് മന്ത്രിമാരായ പി കെ ശേഖർ ബാബു, പളനിവേൽ ത്യാഗരാജൻ എന്നിവർക്കൊപ്പം സംസ്ഥാന മന്ത്രിമാരും സംഗമത്തിൽ പങ്കെടുക്കും. ദേവസ്വം വകുപ്പ് സെക്രട്ടറി എം ജി രാജമാണിക്യം സമീപന രേഖ അവതരിപ്പിക്കും. ശബരിമല മാസ്റ്റർ പ്ലാൻ, ആത്മീയ ടൂറിസം സർക്യൂട്ട്, ശബരിമലയിലെ ആൾക്കൂട്ട നിയന്ത്രണവും തയ്യാറെടുപ്പുകളും തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ വേദികളിൽ ഒരേ സമയം ചർച്ച നടക്കും. 3000-ഓളം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. അതേസമയം സംഗമത്തിന്റെ പേരിൽ സംസ്ഥാന ഗവൺമെന്റ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആരോപിച്ച് യുഡിഎഫും ബിജെപിയും സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല. നവരാത്രി ആഘോഷങ്ങൾക്ക് വർക്കല ശിവഗിരി മഠത്തിൽ മറ്റന്നാൾ ദീപം തെളിയും. അടുത്ത മാസം 2 വരെയാണ് ആഘോഷങ്ങൾ. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും ഡൽഹി, ഹൈദരാബാദ്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നും കലാപ്രതിഭകൾ എത്തിച്ചേരും. പുതുമുഖങ്ങളുടെ അരങ്ങേറ്റവും ഉണ്ടാവും. സംസ്ഥാനത്തെ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനമേകി കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ ഇക്കോണമി സമ്മേളനം സമാപിച്ചു. കോവളത്ത് 2 ദിവസങ്ങളിലായി നടന്ന കോൺക്ലേവിൽ 28 നിക്ഷേപകർ 7288 കോടി രൂപയുടെ നിക്ഷേപ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. ഭാവിയിൽ സംസ്ഥാനവുമായി ബന്ധം സുഗമമാക്കുന്നതിന് കേരളത്തിൽ ഒരു പുതിയ ഏജൻസി സ്ഥാപിക്കാൻ യൂറോപ്യൻ യൂണിയൻ അഭ്യർത്ഥിച്ചു. സമ്മേളനം വിജയകരമായിരുന്നുവെന്നും ഇത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾക്ക് മാതൃകയായി മാറിയെന്നും സമാപന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഈ വർഷത്തെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ദിനാചരണം രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ തിരുവനന്തപുരം കൈറ്റ് ജില്ലാ ഓഫീസിൽ നടത്തും. ഉച്ചയ്ക്ക് മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. അമീബിക് മസ്തിഷ്ക ജ്വരം ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഒരാൾ കൂടി മരിച്ചു. തൃശൂർ ചാവക്കാട് സ്വദേശി റഹീം ആണ് മരിച്ചത്. ഇതോടെ കോഴിക്കോട്ട് അമീബിക് ചികിത്സയിലിരിക്കെ മരിച്ചവരുടെ എണ്ണം 7 നിലവിൽ 9 പേരാണ് ചികിത്സയിലുള്ളത്. കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ലിവിംഗ് ലാബ് പദ്ധതി വിലയിരുത്തുന്നതിനായി റൂർക്കി ഐഐടിയിൽ നിന്ന് വിദഗ്ധ സംഘം കണിച്ചാറിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. ഉരുൾപൊട്ടൽ സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്നതിന് മുന്നോടിയായാണ് ഐഐടി ശാസ്ത്രജ്ഞരും പ്രൊഫസർമാരുമടങ്ങുന്ന പഠനസംഘം കണിച്ചാറിലെത്തിയത്. ഭൂപ്രകൃതിക്കനുസരിച്ച് ഉരുൾപൊട്ടൽ സാധ്യത മുൻകൂട്ടി അറിയുന്നതിന് സ്ഥാപിക്കേണ്ട സെൻസറുകൾ ഏതൊക്കെയെന്ന് സംഘം വിലയിരുത്തും. മണ്ണിന്റെ ഘടന, ഭൂപ്രകൃതി തുടങ്ങിയവ പഠനവിധേയമാക്കും. അടുത്ത വർഷം ആദ്യത്തോടെ സെൻസറുകൾ സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. സെൻസറുകൾക്കൊപ്പം ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷനും സ്ഥാപിക്കും. ദുരന്ത സാധ്യതകൾ 3 മുതൽ 4 മണിക്കൂർ വരെ മുൻകൂട്ടി അറിയാൻ കഴിയുന്ന സംവിധാനമാണ് കണിച്ചാറിൽ സ്ഥാപിക്കുക. ചീഫ് സയന്റിസ്റ്റ് DP കാനുങ്കുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചൊവ്വാഴ്ച വരെ കണിച്ചാറിൽ തുടരും. 3 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് പരമ്പരയിൽ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30-ക്കാണ് മത്സരം. നിലവിൽ ഓരോ മത്സരങ്ങൾ വിജയിച്ച 2 ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. ദുബൈയിൽ ഏഷ്യാകപ്പ് 2020 മത്സരത്തിൽ ഇന്ത്യ ഒമാനെ 21 റൺസിന് തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 188 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഒമാന് 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 167 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. കൊളംബോയിൽ സാഫ് അണ്ടർ 17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ സെമി പ്രവേശം. പ്രധാന വാർത്തകൾ വീണ്ടും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിൽ ഭാവ്നഗറിൽ 34,200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. പൊതുജനങ്ങളിൽ നിന്ന് ഒരു വോട്ടും ആർക്കും ഓൺലൈനായി നീക്കം ചെയ്യാൻ സാധിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം ഇന്ന്. അമീബിക് മസ്തിഷ്ക ജ്വരം ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഒരാൾ കൂടി മരിച്ചു. 3 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് പരമ്പരയിൽ അവസാന മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.